മുഖ്യമന്ത്രിയും സർക്കാരും ശൈലി മാറ്റണമെന്ന CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ജനങ്ങൾ സർക്കാരിനെ വെറുക്കുന്നുവെന്നും CPMന്റെ നയസമീപനം പാളിയെന്നും അംഗങ്ങൾ. അതേസമയം നവകേരള സദസ്സ് ഗുണം ചെയ്തില്ലെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ റിപ്പോർട്ട്. സംസ്ഥാന സമിതി നാളെ അവസാനിക്കും. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, പാർട്ടിക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലി അല്ലെങ്കിൽ മന്ത്രിമാരുടെ ശൈലി മാറ്റണം എന്നുള്ള ഒരു വിമർശനം ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ നവകേരള സദസ്സ് അത് പൂർണ്ണമായും ഒരു പരാജയമായി എന്ന് ആവർത്തിക്കപ്പെട്ടപ്പോഴും അല്ലെങ്കിൽ ആവർത്തിച്ച് ജനങ്ങൾ പോലും പറഞ്ഞപ്പോഴും പാർട്ടി അതിനെ വലിയൊരു വിജയമായി കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് അവസാനം അവർ തിരിച്ചറിയുകയാണ്. നവകേരള സദസ്സ് ഒരു പാളിച്ചയായിപ്പോയി അല്ലെങ്കിൽ ഒരു തോൽവിയായിപ്പോയി എന്ന് പാർട്ടി തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഈ CPI LDF ഘടകകക്ഷിയായ CPI തുറന്നുവിട്ട അല്ലെങ്കിൽ CPI തുടങ്ങി വെച്ചതാണ് ഈ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമുള്ള ഈ വിമർശനം, ശൈലി മാറ്റമടക്കമുള്ളവ ആവശ്യപ്പെടുന്ന ഒരു നിലപാട്. എന്നാൽ ഇപ്പോൾ അത് CPMലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ തന്നെ നയസമീപനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, വ്യതിയാനം ചർച്ച ചെയ്തിരുന്നു. അവിടെയും ഈ പുതിയ കാലത്തിനൊത്ത് അല്ലെങ്കിൽ CPM തങ്ങളുടെ രീതികളിൽ മാറ്റം വരുത്തണം, സർക്കാർ രീതികളിൽ മാറ്റം വരുത്തണം, ശൈലി മാറ്റം തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. ഒരു തിരുത്തൽ മാർഗരേഖ രൂപീകരിക്കാനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ സെക്രട്ടേറിയറ്റ് വന്നിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സമിതി ചേരുന്നത്. സംസ്ഥാന സമിതിയിലേക്ക് എത്തുമ്പോഴേക്കും മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം അതിരൂക്ഷമാകുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒട്ടനവധി നേതാക്കൾ ഒരേ സമയം അവർ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു, സർക്കാരിൻ്റെ നയസമീപനങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ഇടത് ലൈനിൽ നിന്ന് കേരള മുഖ്യമന്ത്രിയും കേരള സർക്കാരും പാറിപ്പോകുന്നു എന്നുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു ആശങ്കയൊക്കെ അവർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പൂർണ്ണമായും സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് CPM സംസ്ഥാന സമിതിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതും മുഖ്യമന്ത്രി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് CPM സംസ്ഥാന സമിതി തന്നെ, CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഘടകങ്ങളിലൊന്നായ സംസ്ഥാന സമിതി തന്നെ ഈ രീതിയിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട്, മുഖ്യമന്ത്രിയും സർക്കാരും ശൈലി മാറ്റേണ്ടതുണ്ട്, CPM നയസമീപനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാരിന് പാളിച്ച പറ്റിയെന്നടക്കമുള്ള ഉയർന്ന അല്ലെങ്കിൽ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ ധൈര്യപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നതിന് ശേഷം CPMന്റെ ഇടത് ലൈനിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു എന്നുള്ളത് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരും അല്ലെങ്കിൽ ഇടത് നിരീക്ഷകരായിട്ടുള്ള ആളുകളും ഒക്കെ എക്കാലത്തും ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേ അതിനൊന്നും ഒരു അംഗീകാരം അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് തുറന്ന് ഒരു പാർട്ടി സംവിധാനത്തിൽ സംസാരിക്കാൻ പോലും CPMന്റെ നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷന് ശേഷം അത്തരത്തിലുള്ള ചർച്ചകൾ CPM സംസ്ഥാന സമിതിയിലും CPM സെക്രട്ടേറിയറ്റിലും ഒക്കെ സജീവമാകുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയായുള്ള പിണറായി വിജയൻ ഒരു പക്ഷേ നിലവിൽ ഒരു ദുർബലനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാവുന്നതാണ്. കാരണം അത് ഒറ്റയടിക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വരുന്ന ചർച്ചകൾ കൊണ്ട് വിലയിരുത്താൻ കഴിയുന്നതല്ല. പക്ഷേ പാർട്ടിയിൽ അദ്ദേഹം പതുക്കെ ദുർബലനായി തുടങ്ങുകയാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയാകുന്നുണ്ട്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവികളുടെ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും കൊണ്ട് ഇടാൻ CPMന്റെ മറ്റു നേതാക്കൾ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അത് തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ നയങ്ങളാണ് അല്ലെങ്കിൽ ജനങ്ങൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ വെറുക്കുന്നതാണ് ഇപ്പോഴത്തെ കാരണം എന്നുള്ള ഒരു ഈ തോൽവിക്ക് കാരണം എന്നുള്ള രീതിയിലേക്ക് CPM സംസ്ഥാന സമിതി തന്നെ പോകുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നാളെയും സംസ്ഥാന സമിതി തുടരുകയാണ്. അതിനുശേഷമായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും ചേർന്ന് ഈ നേരത്തെ ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുത്തതുപോലെ ഒരു തിരുത്തൽ മാർഗരേഖ രൂപീകരിക്കുന്നത്. എന്തായാലും ഈ സംസ്ഥാന സമിതിയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അടക്കം ഉപയോഗിച്ചിട്ടായിരിക്കും ഈ തിരുത്തൽ മാർഗരേഖയുമായി പാർട്ടി മുന്നോട്ട് പോകുക. പക്ഷേ നമുക്കറിയേണ്ടത് ഈ തിരുത്തൽ മാർഗരേഖ എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നയങ്ങളിൽ മാറ്റം വരുത്താനാണോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളിൽ തിരുത്തൽ വരുത്താനാണോ, അതോ ഈ സംസ്ഥാന മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിൽ CPM അംഗങ്ങളെ വിലക്കുന്ന രീതിയിലുള്ള തിരുത്തൽ രേഖയായിരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും മറ്റൊരു സാധ്യത കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇനി ബാക്കിയുള്ള കാലത്ത് സംസ്ഥാന സർക്കാരിൽ പാർട്ടി കൂടുതൽ പിടിമുറുക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്രയും കാലവും നൽകി വന്നൊരു ഫ്രീ ഹാൻഡ് അത് ഇനി അങ്ങോട്ട് നൽകാനാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു നിലപാട് കുറച്ചധികം നേതാക്കൾക്ക് CPMലുണ്ട്. അപ്പോൾ അത്തരം ഇടപെടലുകൾ, അത്തരം ഒരു പിടിമുറുക്കൽ, അതിനൊക്കെയുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഏറ്റവും ശ്രദ്ധേയമായ വിഷയം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ സമർപ്പിച്ച റിപ്പോർട്ടാണ്. ആദ്യഘട്ടം മുതൽ ദൂരത്തുനിന്ന് വിമർശനമുയർന്ന കേരളീയം പോലെയുള്ള പരിപാടികൾ, അതുപോലെ നവകേരള സദസ്സ്, ലോക കേരള സഭ എന്നിവയെല്ലാം ഈ രീതിയിൽ പരാജയമായിരുന്നുവെന്നും യാതൊരു തരത്തിലുള്ള ലക്ഷ്യങ്ങളും കണ്ടിട്ടില്ല എന്നുള്ളതും പ്രതിപക്ഷവും പൊതുസമൂഹവും മാധ്യമങ്ങളും അടക്കമെല്ലാം വിമർശനം ഉയർത്തിയിട്ടും സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എല്ലാം
നവകേരള സദസ്സിനെ പറ്റി പറഞ്ഞത് വലിയ കാര്യങ്ങളാണ്. നവകേരള സദസ്സ് ജനങ്ങളെ ഏറ്റെടുത്തു. നവകേരള സദസ്സിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. അത് വലിയ രീതിയിലുള്ള മാറ്റം കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നു. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള വലിയ ചർച്ചകൾ അവിടെ നടന്നു. അങ്ങനെയുള്ള ഒട്ടനവധി വാദങ്ങളുമായി CPM-ന്റെ സകല നേതാക്കളും രംഗത്ത് വന്നതാണ്. അപ്പോൾ ഒടുവിൽ പാർട്ടി തന്നെ പറയുന്നു, ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച് സർക്കാർ പണം ചെലവഴിച്ചിട്ട് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഇടത് LDF-ൻ്റെയും ഒരു PR വർക്കാക്കി മാറ്റിയ നവകേരള സദസ്സ് കൊണ്ട് ഒരു ഗുണവും തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അത് അംഗീകരിക്കുന്നു. അപ്പോൾ പാർട്ടിക്ക് ഗുണമുണ്ടായിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഗുണമാണ് ഉണ്ടായതെന്നാണ് ഈ നേതാക്കൾ പറഞ്ഞു വരുത്തിയത് എന്നുള്ള കാര്യം ഇപ്പോഴും നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ അത് കേരളം ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനും സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളിലും മുഖ്യമന്ത്രിയുടെ നടപടികളിലും പാർട്ടി നേതൃത്വത്തിൽ വിമർശനമുയരുന്നു. ഒരു പുതിയ തരത്തിലേക്ക് സംസ്ഥാന ഭരണം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി കൂടുതൽ ദുർബലനാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. പാർട്ടി കൂടുതൽ പിടിമുറുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ദേവിക. പ്രജിത് മോഹനൻ വിവരങ്ങൾ നൽകി.